അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഘപരിവാർ പ്രവർത്തകനായ പ്രതീഷ് വിശ്വനാഥ് ഇറാനിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾ ആഹ്ലാദിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ വലിയ ആശ്ചര്യമോ അത്ഭുതമോ ഒന്നുമില്ല. കാരണം ഫലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളും സ്ത്രീകളും മരണപ്പെടുമ്പോഴും മനുഷ്യത്വമില്ലാത്ത ഈ മനുഷ്യൻ അത്തരം പോസ്റ്റുകൾ സന്തോഷത്തോടുകൂടി പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് പ്രതീഷ് വിശ്വനാഥിനോട് പറയാനുള്ളത്, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങി ബ്രിട്ടീഷുകാർ പിടികൂടുമെന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത വേലുത്തമ്പി ദളവയുടെയോ പഴശ്ശി രാജയുടെയോ, തമിഴ്നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി ബ്രിട്ടീഷുകാർ പിടികൂടുമെന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത പുലിത്തേവരുടെയോ റാണി ദുർഗാവതിയുടെയോ റാണി പത്മിനിയുടെയോ മാപ്പെഴുതി കൊടുത്ത സവർക്കറിൻ്റെയോ പിൻഗാമികളല്ല മുസ്ലിങ്ങൾ. ബ്രിട്ടീഷുകാർ പിടികൂടുമെന്ന ഘട്ടം വന്നപ്പോഴും അവസാന സമയം വരെ പോരാടി മരിച്ച ടിപ്പു സുൽത്താൻ്റെയും, നിങ്ങളിന്ന് മരണപ്പെടുമ്പോൾ ആഹ്ലാദം കൊള്ളുന്ന ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളുടെയും ഒക്കെ ചരിത്രം പ്രതീഷ് വിശ്വനാഥ് പഠിക്കേണ്ടതുണ്ട്. ഹമാസിൻ്റെ സ്ഥാപകനായ ഷെയ്ഖ് അഹമ്മദ് യാസീൻ വീൽ ചെയറിലാണ് അദ്ദേഹം സഞ്ചരിക്കാറുള്ളത്. ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ നമുക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്, ഇന്നത്തെ സുബഹി നമസ്കാരം നമുക്ക് വീട്ടിൽ തന്നെയാക്കാം. പക്ഷേ സുബഹി മുടക്കണ്ടെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോകുകയും പള്ളിയിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വധിക്കുകയും ചെയ്യുന്നുണ്ട്. മരണപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴും പോരാട്ടത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്ന ആ ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെയും വെടിയുണ്ടകളേറ്റ് ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും തനിക്ക് നേരെ വന്ന ഇസ്രായേൽ ഡ്രോണിന് നേരെ കയ്യിൽ കിട്ടിയ വടിയെടുത്തെറിഞ്ഞ യഹ്യ സിൻവാറിൻ്റെയും, അമേരിക്കൻ ഭരണകൂടം പിടികൂടി അമേരിക്കൻ പാവയായ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ആ ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ഇറാഖിൻ്റെ പ്രസിഡൻ്റായ എന്നെ ശിക്ഷിക്കാൻ നിനക്കെന്ത് അധികാരമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങിയ സദ്ദാം ഹുസൈൻ്റെയും ഒക്കെ അനുയായികളാണ് മുസ്ലിങ്ങൾ. പ്രതീഷ് വിശ്വനാഥെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെയും പോരാട്ടത്തിൻ്റെ പാതയിലിറങ്ങിയ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ശത്രുവിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്ത ഒരു കഥ നിനക്ക് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഇന്ന് ലോകത്ത് മരണപ്പെടുന്ന പോരാളികളുടെ മരണവാർത്തയിൽ നീ സന്തോഷിക്കുക. പോരാളികൾ അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷഹാദത്തിൻ്റെ പദവിയിലേക്ക് പറന്നുയരുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.